ഭാരതീയത. ഈ രാമബാഹു നിന്റെ ഉപദാനമാണ് എന്നാണ് സീതയോട് പറഞ്ഞത്. ഇതാണ് രാമൻ. ഈ രാമൻ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ ജീവിക്കുകയില്ല. കൊലപാതകത്തിൻ്റെയും അന്യമത വിരോധത്തിൻ്റെയും പ്രതിരൂപമായി ചിലർ അവതരിപ്പിക്കുന്ന രാമനല്ല ഇത്. യൗവനത്തിൻ്റെ രാഗവിശുദ്ധി കലർന്ന കാൽപ്പനിക നായകനാണ് ഈ മനുഷ്യൻ. ഇത്രമാത്രം കാൽപ്പനികതയോടെ നവവധുവിനോട് സംസാരിക്കുന്ന ഒരു നായകനെ നമ്മുടെ കാൽപ്പനിക സാഹിത്യത്തിൽ കണ്ടെത്തുക എളുപ്പമല്ല. ഭവഭൂതിയുടെ വരികൾ വായിക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകാതിരിക്കില്ല. പുരുഷൻ്റെ ചാരിത്രമാണിത്. ഇന്ന് കുതിരക്കച്ചവടം പോലെ പണം പറഞ്ഞുറപ്പിച്ച് നടത്തുന്ന കല്യാണത്തിൽ ചിരഞ്ജീവിത്വത്തിനും സൗഭാഗ്യത്തിനും അർത്ഥമില്ല. വധുവിനെ പിറ്റേന്ന് തന്നെ കൊല്ലേണ്ടി വന്നേക്കാം. നാം വേദത്തിൻ്റെ നക്ഷത്രത്തെ ഏതോ കാർമേഘക്കെട്ടിൽ ഒളിപ്പിച്ച് വെച്ച് ആകാശത്തിൻ്റെ കീഴിലാണെന്ന വ്യാജേന വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് വിവാഹം നടത്തുന്നു. പിറ്റേന്ന് തന്നെ ധനാശമൂത്ത് കുടുംബജീവിതം നമ്മൾ പ്രതികാരമഗ്നമാക്കുന്നു.